ചിറയൻകീഴ് അഴൂരിൽ പാമ്പുകടിയേറ്റ് മരിച്ച 8 വയസ്സുകാരൻ ദിക്ഷലിന് കണ്ണീരോടെ വിട. പ്രിയപ്പെട്ട കുഞ്ഞിൻ്റെ ചേതനയേറ്റ ശരീരം സംസ്കാരത്തിനായി എത്തിച്ച വേളയിൽ അമ്മയും മുത്തശ്ശിയും അലമുറയിട്ട് കരഞ്ഞത് നാട്ടുകാരുടെയും കണ്ണു നിറച്ചു. വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങിൽ നിരവധി ആളുകളാണ് പങ്കെടുത്തത്. ചിറയൻകീഴ് ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെതിരെയും കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. അഴൂരിൽ പാമ്പ് കടിയേറ്റ് മരിച്ച 8 വയസ്സുകാരൻ ദിക്ഷലിന് കണ്ണീരോടെ വിട. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ദിക്ഷലിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ കൂട്ട നിലവിളി ഉയർന്നു. ഇന്നലെ വരെ കളിച്ചും ചിരിച്ചും അവർക്കൊപ്പമുണ്ടായിരുന്ന പ്രിയപ്പെട്ട കുഞ്ഞിന്റെ ചേതനേറ്റ ശരീരം വീട്ടുമുറ്റത്ത് കിടന്നപ്പോൾ അമ്മയും മുത്തശ്ശിയും അലമുറയിട്ട് കരഞ്ഞു. ഭൗതിക ശരീരം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ദിക്ഷലിന് ആശുപത്രിയിൽ നിന്നും കൃത്യമായ ചികിത്സ കിട്ടിയില്ലെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. പാമ്പുകടിയേറ്റ ദിക്ഷലിനെ ആദ്യം ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലാണ് കൊണ്ടുപോയത്. എന്നാൽ അവിടെ ആന്റിവെനം കുത്തിവയ്പ് നൽകിയില്ല. ചിറയൻകീഴ് ആശുപത്രിയിൽ കൃത്യമായ ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ കുട്ടിയെ രക്ഷിക്കാമായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അഴൂർ ക്ഷേത്രം വാർഡിൽ മൂലയിൽ കമ്പിക്കകം വീട്ടിൽ ദിലീപ് അനു ദമ്പതികളുടെ മകനാണ് ദിക്ഷൽ. വീട്ടിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ദിക്ഷലിനെ പാമ്പ് കടിച്ചത്. ഉടൻ കുട്ടിയെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പാമ്പുകടിയേറ്റെന്ന് തിരിച്ചറിഞ്ഞതോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് വീട്ടിൽ നടത്തിയ തെരച്ചിലാണ് മൂർഖൻ പാമ്പിനെ കണ്ടെത്തിയത്. അടച്ചുറപ്പില്ലാത്ത വീട്ടിലായിരുന്നു ദിലീപിന്റെയും കുടുംബത്തിന്റെയും താമസം. മുത്തശ്ശിക്കൊപ്പം നിലത്ത് പായ വിരിച്ചു കിടക്കുമ്പോഴാണ് പാമ്പ് കടിച്ചത്. അതേസമയം കുടുംബത്തിന്റെ ചികിത്സാ പിഴവ് ആരോപണങ്ങൾ താലൂക്ക് ആശുപത്രി അധികൃതർ തള്ളി. കുട്ടിയെ ആശുപത്രിയിലെത്തിച്ചപ്പോൾ ആരോഗ്യനിലയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും എന്താണ് കടിച്ചതെന്ന് വ്യക്തമാക്കാത്തതുകൊണ്ടാണ് ആന്റിവെനം കുത്തിവെക്കാതിരുന്നതെന്നും ആശുപത്രി അധികൃതർ പറയുന്നു. വിഷയത്തിൽ DMO ആശുപത്രി സൂപ്രണ്ടിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.